സോ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പെരുമ്പലാവിലെ കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ ഒരു അധ്യാപിക ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ രക്ഷിതാക്കളൊക്കെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുകയാണ്. അതായത് ഈ ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണ്, മുസ്ലിങ്ങൾ അത് ആഘോഷിക്കേണ്ടതില്ല, അതിന് മക്കളെ വിടേണ്ടതില്ല എന്ന് അർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു വോയിസ് മെസ്സേജ്. ആ വോയിസ് മെസ്സേജ് വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്തു. അതിന് തുടർച്ചയായിട്ട് അവരുടെ പേരിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണത്? അല്ല, നമ്മുടെ സർക്കാരുകൾ, അത് എയ്ഡഡ് സ്കൂളാണെങ്കിലും അൺഎയ്ഡഡ് സ്കൂളാണെങ്കിലും സർക്കാർ സ്കൂളുകളാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നത് DPIയുടെ കീഴിൽ DPIയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അതെ. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ഈ തരത്തിൽ അൺഎയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള നിരവധി വിഷയങ്ങളിലും തർക്കങ്ങളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, നിർദ്ദേശങ്ങളായി കൊടുത്തിട്ടുള്ളതാണ്. സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് CBSE സിലബസ് ആണെങ്കിലും സംസ്ഥാന സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള സിലബസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളെല്ലാം DPIയുടെ പൊതുനിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് അനുസരിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള നിർദ്ദേശം നിലവിലുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാർ അല്ലെങ്കിൽ DPIയുടെ ഭാഗമായി ഓണാഘോഷം നടക്കുക, അല്ലെങ്കിൽ ഈ ഓണാഘോഷം മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിൽ നടക്കുന്ന പരിപാടികൾ, ആ പരിപാടികളെ സംബന്ധിച്ച് ജാതി കാണുക, മതം കാണുക, വർഗം കാണുക എന്നൊക്കെയുള്ളത് ഗുണകരമാണോ എന്നുള്ളത് ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് അതേത് സ്കൂളുമായിക്കോട്ടെ, അതിൽ കേരളത്തിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള ഒരു കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന, വിദ്യാഭ്യാസ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സംവിധാനത്തെ ഒന്നുകിൽ തകിടം മറിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഏത് ക്ലാസ്സിലെ കുട്ടികളോടാണ് ഇത് പറയുന്നത്, ഏത് ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളോടാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ. സമൂഹത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇളം പ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ രക്ഷിതാക്കളോടും കുട്ടികളോടുമാണ് ഈ തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. അത് അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ, അത് അംഗീകരിച്ചുകൊണ്ട് ആ തരത്തിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്പർദ്ധ എത്രയായിരിക്കും ആ തരത്തിൽ. അപ്പോൾ സ്കൂളുകളിൽ വരുന്ന കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനോ ഒരു തരത്തിലും വച്ചുപൊറിപ്പിക്കാനോ കഴിയുന്ന നിലപാടുമല്ല, മനോഭാവവുമല്ല. അത് തിരുത്തപ്പെടേണ്ടതാണ് സ്വാഭാവികമായും. സർക്കാർ ഇതിലൊരു പൊതുമാനദണ്ഡം തീരുമാനിച്ചിട്ടുണ്ട്. ആ പൊതുമാനദണ്ഡത്തിന് നിരക്കാത്ത രീതിയിൽ, യോജിക്കാത്ത രീതിയിൽ തീരുമാനമെടുക്കുന്ന അധ്യാപകരാണെങ്കിലും സ്കൂളുകളാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാക്കണം, കർശന നടപടി ഉണ്ടാക്കണം. കേസെടുക്കുക മാത്രമല്ല, അവരുടെ ലൈസൻസ് അടക്കം റദ്ദ് ചെയ്തുകൊണ്ട് സ്കൂളിൽ പ്രവർത്തിക്കണ്ടോ, അവർ ആ വാചകം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്കൂളിനെതിരെ തന്നെ നടപടി ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും അതല്ലേ ഉണ്ടാകേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിനെതിരെ നടപടി വരികയാണെങ്കിൽ തന്നെ അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവുകയില്ല. ഇപ്പം അധ്യാപികക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സംഭവം എന്ന നിലയിൽ അവരെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. സ്കൂളുകൾക്കെതിരെ നടപടി ഉണ്ടാവുക എന്ന് പറയുന്നത് അവരോട് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുക, അവർ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ തരത്തിലൊരു നിർദ്ദേശം വന്നത് എന്നുള്ളതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. ഒരു അധ്യാപിക സ്വാഭാവികമായിട്ടും ആ തരത്തിലൊരു നിർദ്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള ചർച്ചയുടെയോ ഒരു പൊതുവായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരാൾ നിർദ്ദേശം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരാളുടെ ഇഷ്ടത്തിന് മാത്രമായി ഒരു സ്കൂളിലെ പൊതുവായ വിഷയത്തിൽ തീരുമാനം പറയില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായി അവർ ഒരു അഭിപ്രായം സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദേശമായി സൂചിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ തീരുമാനമെടുത്തത് ആരാണ് എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു പക്ഷേ സ്കൂൾ മാനേജ്മെൻറ്റിനും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റിനോട് വിശദീകരണം ചോദിക്കുകയും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും വേണം. അതിനർത്ഥം ആ സ്കൂളിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം റദ്ദാക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ മാനേജ്മെൻറ്റ് ആൻസറബിൾ ആണ്. ഈ തരത്തിൽ DPIയുടെയോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ തകിടം മറിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഏതെങ്കിലും തരത്തിൽ ചെറിയ വിഷയം എന്നുള്ള നിലക്കല്ല, അതൊരു സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പൊതു നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിൽ ജാതിയെക്കുറിച്ച് പറയുന്നു, മതത്തെക്കുറിച്ച് പറയുന്നു, വർണ്ണത്തെക്കുറിച്ച് പറയുന്നു, വേഷത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ ആ വാചകം നമ്മൾ കേൾക്കുകയാണല്ലോ, നമ്മൾ അതിൻ്റെ ആ നിർദ്ദേശം നമ്മൾ വിഷ്വൽ കാണുന്നില്ലെങ്കിലും ആ നിർദ്ദേശം നമ്മൾ കേൾക്കാൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഒരു സമൂഹത്തിൽ രണ്ടായി
വേർതിരിച്ച് നിന്നുകൊണ്ട് ചിന്തിക്കാൻ ഒരു പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കുന്നു. ഒപ്പം തന്നെ വേഷവിധാനങ്ങളെക്കുറിച്ച് പറയുന്നു, അങ്ങനെ ധരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പം നമ്മളൊരു പൊതു മാനദണ്ഡത്തിൽ പോകുന്ന ഒരു സിസ്റ്റത്തിനെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന്റെ നിയമവശം എങ്ങനെയാണ്? ഇവർക്കെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. ഇനി നിയമവശം എങ്ങനെയാണത്? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ അവരുടെ വാചകങ്ങൾ? അത് ആര് പറഞ്ഞു എന്നുള്ളത് അല്ലല്ലോ വിഷയം. അല്ല, അങ്ങനെ ഒരു വിഷയം പൊതുസമൂഹത്തിൽ ഒരു സ്കൂളിലെ PTA ആളുകളോട് പറയുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് അത് അനുസരിപ്പിക്കണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അതിൻ്റെ വകുപ്പുകൾ 153 പഴയ 153 നിലനിൽക്കുന്ന വകുപ്പ് തന്നെയാണ്. അതിനൊരു തർക്കവും അക്കാര്യത്തിനകത്തില്ല. അല്ല, എൻ്റെ ശിക്ഷ എങ്ങനെയായിരിക്കും അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് അത് അനുസരിക്കപ്പെട്ടിട്ടുണ്ടോ, അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അത് ആ സമൂഹത്തിൽ ഏതെങ്കിലും സ്പർദ്ധ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഗ്രാവിറ്റി തീരുമാനിക്കപ്പെടുക. ഈ പലപ്പോഴും ഇതിങ്ങനെ എല്ലാ ഓണക്കാലത്തും കേൾക്കുന്നതാണ്. ചില ആളുകൾ പ്രത്യേകം ഇങ്ങനെ ഈ രീതിയിൽ, അതായത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ്, മുസ്ലിങ്ങൾ ആഘോഷിക്കേണ്ടതില്ല എന്നുള്ള പല കോണുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക അജണ്ട ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ കേരളത്തിൽ? അത് ആ അജണ്ട മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പൊതു അഭിപ്രായം സ്കൂളുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വച്ചിരുന്നു. ഒന്ന്, സ്കൂളുകളിലെ ഡേ ടു ഡേ ഉള്ള സമയത്തിൻ്റെ കാര്യത്തിലുള്ള മാറ്റം, അത് ചില ദിവസങ്ങളിലുള്ള സമയത്തിൻ്റെ മാറ്റം, അതോടൊപ്പം തന്നെ അവധികൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ. ഉദാഹരണത്തിന് വേനൽ അവധിക്കാലത്തെ സംബന്ധിച്ച്, ഓണാവധിക്കാലത്തെ സംബന്ധിച്ച്, ക്രിസ്മസ് അവധിക്കാലത്തെ സംബന്ധിച്ചൊക്കെ പുനഃപരിശോധിക്കപ്പെടണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ധരിക്കാൻ, അല്ലെങ്കിൽ വിലയിരുത്തപ്പെടാൻ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവധികൾ മാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായൊരു തീരുമാനമെടുത്ത് മാറ്റുന്നതിൽ ആരും അങ്ങനെ വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. ചില കോണുകളിൽ നിന്ന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് സമസ്തയടക്കമുള്ള ചില സംഘടനകളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകൾ വന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ സമയക്രമം മാറ്റുന്നതിലല്ലേ? സമയക്രമം മാറ്റുന്നതിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് സ്കൂളിലെ സമയക്രമം മാറ്റുന്നതിനെ സംബന്ധിച്ചാണ് അവർ ആക്ഷേപം ഉന്നയിച്ചത്. മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ അതെ, അത് പരിഗണിക്കാമെന്ന് സർക്കാർ പറഞ്ഞു. ആദ്യം പരിഗണിക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അത് ചർച്ചയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ പൊതുവായി നിലനിൽക്കുന്ന നടന്നു പോരുന്ന ഒരു സിസ്റ്റത്തിന് ഒരു ചർച്ചയുണ്ടാക്കി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിൽ എന്തോ ഒരു വലിയ കുഴപ്പം നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഓണാഘോഷത്തെ സംബന്ധിച്ചോ ക്രിസ്മസ് ആഘോഷത്തെ സംബന്ധിച്ചോ അവധികളെ സംബന്ധിച്ചോ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു തർക്കമായി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടായിക്കൂടാ? ഇപ്പോൾ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ സ്കൂൾ കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം മതിയോ? നമ്മൾ എത്രയോ ചർച്ച ചെയ്തു, എത്രയോ ശക്തമായി അതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ആ സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനത്തെ സംബന്ധിച്ച് എത്രയോ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. മറ്റൊരു ഭക്ഷണം കൊടുക്കുന്നതിൽ ആലോചിക്കണ്ടേ എന്നൊക്കെ ഉള്ളത് അവസാനം എവിടെ പോയി? അപ്പോൾ ഒരു ചർച്ചയുണ്ടാക്കി ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അതിലേതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതിനേക്കാളൊക്കെ ഇതിലെന്താ രാഷ്ട്രീയമുള്ളത്? ഓണാഘോഷം എത്രയോ കാലങ്ങളായി കേരളം മുഴുവൻ നടക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഉത്സവമാണ്. കേരളം മുഴുവൻ മാത്രമല്ല, കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്. അപ്പം ലോകത്തിലെ മുഴുവൻ മലയാളികൾ എന്നാണ് പറയുന്നത്. ഓണാഘോഷത്തെ സംബന്ധിച്ച് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലോ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല. ഓണം ആഘോഷിക്കുന്നത് മലയാളികളാണ്. മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകളും അതിന്റെ ഭാഗം. ഇപ്പം മലയാളികൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന മലയാളികളുടെ കൂട്ടം അവരോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. അതായത് ഓണാഘോഷം മലയാളികളുടേതാണെങ്കിലും അതിപ്പോ ഒരു ദേശീയ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണിലും ആ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഓണാഘോഷം ഒരു ഹിന്ദു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണെങ്കിൽ പോലും അതിനൊരു പൊതു ആഘോഷത്തിന്റെ ഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് സമൂഹം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.